അരൺമണി 4. നമുക്കറിയാം ഈ അരൺമണി സീരീസിൽ നമ്മൾ ഭയങ്കരമായ കഥയോ സ്ക്രിപ്റ്റിൻ്റെ ഭയങ്കര മേക്കിങ്ങോ ഇതൊന്നും നോക്കിയിട്ടല്ല പോയി കാണുക. കാണാനിരിക്കുക. അത്യാവശ്യം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. അതുമാത്രമല്ല, നമ്മുടെ തമിഴ്നാട്ടിലെ ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇവിടെ നമ്മുടെ കൊഴിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ബോർഡറാണ്. ഇവിടെ 50 ദിവസം ഓടി പടം. അപ്പോൾ നന്നായിരിക്കുമെന്ന് തോന്നി. പക്ഷെ കാണാനുള്ള അത്ര ചങ്കൂറ്റൊന്നുമില്ല കേട്ടോ. ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ മാത്രം ചങ്കൂറ്റില്ല. അപ്പോൾ അരൺമണി 4 സുന്ദർ സി. നമ്മൾ സിനിമ ഒരു ഹൊറർ പടം ഉണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു വലിയൊരു അരൺമണി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ അരൺമണി സീരീസിൽ അവിടെ കുറച്ച് പേര് വരും, അതിന് പ്രേതം ശല്യം ചെയ്യും. അപ്പോൾ പിന്നെ നായകൻ വരും. പ്രേതത്തിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ ഇതിലേ. അപ്പോൾ അതന്നെ ആയിരിക്കും ഈ പടത്തിലെ കഥ, അതന്നെയാണ് ഈ കഥ. പക്ഷെ കുറച്ച് മാറ്റി സുന്ദർ സി വിചാരിച്ചു, നിങ്ങൾ അങ്ങനെയൊന്നും എന്നെ കളിയാക്കണ്ട, ഞാൻ സർപ്രൈസ് ഫ്രഷ് ആയിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടക്കം തന്നെ പ്രേതത്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്. വെറുതെ സാധാരണ അങ്ങനെ ഇല്ലല്ലോ. ആദ്യം വരുന്നു, പ്രേതത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു, അതിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു, നമ്മൾ കുറച്ചുകൂടെ ഇതായിട്ട് ആദ്യം കറക്റ്റായി കാണിക്കുന്നു. പിന്നെ അതിന് വേറെ ഫ്ലാഷ് ബാക്ക് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളെ എങ്ങനെ പിടിച്ചിരുത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ. അതായത് ഉള്ള സീനെ കട്ട് ചെയ്ത് അപ്പുറത്തിട്ടിട്ടാണ് ഇത്. അല്ലാണ്ട് എഴുത്തിലെ ബ്രില്യൻസ് ഒന്നുമല്ല. ശരിക്കും കാണിക്കേണ്ട സീനിനെ കട്ട് ചെയ്തിട്ട് ഒന്നും മനസ്സിലാകാത്ത പോലെ ആക്കി അവസാനം അതിൻ്റെ ബാക്കി പിന്നെ കാണിക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. ഫ്ലാഷ് ബാക്കിൻ്റെ ഏരിയ ആണ്. അപ്പം തമന്ന, രാശികൻ, സുന്ദർ സി, യോഗി ബാബു, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. സിനിമയിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ കൊള്ളായിരുന്നു. ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ് കൊണ്ടിട്ടുണ്ട്, വെരി ഗുഡ്. അത് തിയേറ്ററിൽ കണ്ടാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാകും തോന്നുന്നില്ലേ. പക്ഷേ എല്ലാവരും ഒഴിച്ചു പോകുമല്ലോ അപ്പോഴേക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇറങ്ങിയാൽ വേണമെങ്കിൽ കാണാം, യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ. അല്ലാണ്ട് ഈ സിനിമയിൽ എനിക്ക് പ്രത്യേകിച്ചായിട്ടൊന്നും തോന്നിയില്ല. ചുമ്മാ 2.5 മണിക്കൂർ എൻ്റെ പോയി കിട്ടി. വെരി നൈസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് പിന്നെ എന്ത് തേങ്ങയൊക്കെയാണ് ഈ പടം ഇരുന്ന് കണ്ടത്? അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, കൗതുകം ലേശം കൂടുതലാണ്. ഇതിൽ കഥ, ഇനി എന്തിടെ കഥ പറയുന്നു? ഇതിലൊരു ബാക്ക് എന്ന് പറഞ്ഞൊരു പ്രയത്ന കഥയാണ്. അതായത് രാഘവ ലോറൻസ് നേരത്തെ പറഞ്ഞ പോലെ പേയ്ക്കും സൺഡേ അത് ഊറേ വേടിക്കപ്പാക്കുന്നത് പറഞ്ഞ പോലെ തമന്ന ഓട്ടോമാറ്റിക്കായിട്ട് പ്രേതമായിരിക്കുമല്ലോ. പക്ഷേ നമ്മൾ വിചാരിക്കും അതല്ല ശരി, ഇത് പ്രേതം ബാക്കാണ്. ഇത് രണ്ടും തമ്മിലുള്ള അടിയാണ് സത്യം. അങ്ങനെ പുള്ളി വിചാരിച്ചു കുറച്ച് മാറ്റി പിടിക്കാം. പക്ഷെ ബാക്കിയൊക്കെ അതേ തന്നെയാണ്. അതേ ചളി, ചിരിക്കാൻ പറ്റാത്ത കോമഡികൾ. എങ്ങനെ നമ്മളെ എന്ത് ചെയ്തിട്ട് ശരി എത്ര ഇക്കളിയിട്ടാലും പോലും ചിരി വരില്ല. അമ്മാതിരി കോമഡിയാണ്. അത് ഭയങ്കരമായിട്ട് ലെങ്തായിട്ട് കുറേ സീനുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നാത്ത ഒരു സിനിമ. കുറേ സീനുകൾ എടുത്ത് അതിനെ ഒട്ടിച്ച് ചേർത്ത് വെച്ച പോലെ കുറേ പടം. മ്യൂസിക് കുറച്ച് ബെറ്റർ, കുഴപ്പമില്ലാത്ത പോലെ തോന്നി. അല്ലാതെ പടത്തിലൊന്നുമില്ല. സോ നിറയെ സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഞാൻ പറയും, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നമുക്ക് വീഡിയോയിൽ ലാസ്റ്റ് പാട്ട് വരുന്നില്ല, അത് വീഡിയോ യൂട്യൂബിൽ കിട്ടും HD, അത് വേണമെങ്കിൽ കാണാം. അച്ചോ അങ്ങനെ ബൈ.